ഇന്ത്യ പാക് സംഘർഷത്തിൽ മലക്കം മറിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മേലാണ് താൻ സമ്മർദ്ദം ചെലുത്തിയതെന്ന് ട്രംപ് ഇപ്പോൾ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് നിലപാട് തിരുത്തിയത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് തന്റെ ശ്രമഫലം എന്നായിരുന്നു ട്രംപിന്റെ വാദം. പി ജെയിംസ് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഇത് ട്രംപ് ഒരു തവണയല്ല പലതവണ ഈ പരാമർശം ആവർത്തിച്ചിട്ടുള്ളതാണ്. അത് ഇന്ത്യയിലുണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. മൂന്നാം കക്ഷിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മോദിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെ നേരത്തെയുള്ള നിലപാട് തിരുത്തുന്നു. അതിൽ നിന്ന് പാടയെ മലക്കം മറിയുന്നു ട്രംപ്. എന്താണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ഒടുവിലായി പ്രതികരിച്ചത്? റീജിത്തെ, ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വാക്ക് മാറ്റി പറയാന്നുള്ളത് വലിയ ഒരു പുതുമയൊന്നുമല്ല. പക്ഷേ ഇതൊരു വലിയ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മലക്കം മറിച്ചിലാണ്. പ്രത്യേകിച്ച് ഇതുവരെ ട്രംപ് അവകാശപ്പെട്ടിരുന്നത് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നീണ്ട ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ സംഘർഷം ഞാൻ മധ്യസ്ഥത വഹിച്ചാണ്, അമേരിക്ക മധ്യസ്ഥം വഹിച്ചാണ് തീർത്തതെന്ന് എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ത്യ നിഷേധിച്ചിരുന്നു. ഇന്ത്യയുടെ സംഘം അവിടെ പോയപ്പോൾ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ തന്നെ അന്നത് തള്ളിപ്പറഞ്ഞാണ് അമേരിക്കയുടെ മധ്യസ്ഥതയില്ലായിരുന്നു എന്നുള്ളത്. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി 35 മിനിറ്റ് ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിൽ നരേന്ദ്രമോദി അതിശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അങ്ങനെ ഒരു മീഡിയേഷൻ ഉണ്ടായിട്ടില്ല. 2 സൈന്യവും 2 രാജ്യങ്ങളും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാണ് ആ സംഘർഷം അവസാനിപ്പിച്ചത്. അതിൽ അമേരിക്ക വ്യാപാര കരാർ ചൂണ്ടിക്കാണിച്ച് ആ തരത്തിൽ ഇടപെട്ടു എന്ന് അമേരിക്കൻ കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലം പോലും തെറ്റാണെന്നുള്ള രീതിയിൽ പറയേണ്ടി വന്നു മോദിക്ക്. എന്തായാലും അത് വളരെ ശക്തമായിട്ട് ഇന്ത്യ പറഞ്ഞതിന് പിന്നാലെ ട്രംപ് ഇപ്പോൾ തിരുത്തിയിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് ആണ് താൻ സമ്മർദ്ദം ചെലുത്തിയത്, പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നരേന്ദ്രമോദി അവിടുത്തെ സർക്കാരും തന്നെയാണ് സമ്മർദ്ദം ചെലുത്തിയത്, അല്ലെങ്കിൽ അവരാണ് ചെയ്തത്, എനിക്ക് പങ്കില്ല എന്ന് ട്രംപിന് പറയേണ്ടി വന്നിരിക്കുന്നു. ഇതൊരു വല്ലാത്ത മറക്കം മറിച്ചിലാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞ വാക്ക് വീണ്ടും മാറ്റി പറയേണ്ടി വരിക, ഒരുപക്ഷെ എല്ലായിടത്തും ക്രെഡിറ്റ് എടുക്കുക എന്നുള്ള ഒരു നയം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പം തന്നെ ഇസ്രായേലാണ് ഇറാനുമായിട്ട് വലിയ സംഘർഷം നടക്കുന്നത്. അതിനിടയിലാണ് ട്രംപ് കയറി പറഞ്ഞത്, എവിടെയാണ് ആയത്തുള്ള ഖമനൈ ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളിത് അവസാനിപ്പിക്കും. ഇതുവരെ അമേരിക്ക ഇതിൽ പങ്കാളിയല്ല എന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ട്രംപിൻ്റെ നിലപാടുകൾ ഇരട്ടത്താപ്പാണ് എന്നുള്ള തരത്തിൽ ആരോപണങ്ങൾ വരുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ ആഭ്യന്തര തലത്തിൽ ട്രംപിൻ്റെ നിലപാടുകൾക്ക് വേണ്ടത്ര സ്വീകാര്യത ഇപ്പോൾ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കാൻ ലഭിക്കുന്നില്ല, അതുകൊണ്ട് കൂടിയായിരിക്കാം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ആശ്വാസകരമായൊരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ എടുത്ത ഓപ്പറേഷൻ സിന്ദൂറിലെ നിലപാട് അവസാനം ട്രംപിന് ശരിവെക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രീജിത്തെ, ശരി. പി ജെയിംസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേന്ദ്ര സർക്കാരിന് നേരെ കോൺഗ്രസ് ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതായിരുന്നു. ഈ തർക്കത്തിൽ അത് അവസാനിപ്പിക്കുന്നതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായോ, അതിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായോ എന്നുള്ള ചോദ്യമായിരുന്നു. അതിനിടയിലാണ് ട്രംപിൻ്റെ ഈ ആവർത്തിച്ചുള്ള താൻ അതിൽ ഇടപെട്ടു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വലിയ ചർച്ചയായത്. ഇപ്പോൾ പാകിസ്ഥാന് മേലാണ് താൻ സമ്മർദ്ദം ചെലുത്തിയത് എന്ന് മലക്കം മറിയുകയാണ് ഡൊണാൾഡ് ട്രംപ്.